Hi all, MSc Mathematics first semester linear algebra third class ആണ് ഈ വീഡിയോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ്സ്പേസിന്റെ ഡെഫിനേഷനും അതേപോലെ തന്നെ ഒരു തിയറുമാണ്. സബ്സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ഇന്ന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസും അതേപോലെ തന്നെ തിയറം 2മാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ തിയറം 2. ആദ്യം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 6. First example, if V is any vector space, V is a subspace of V. അതായത് ഒരു വെക്ടർ സ്പേസ് എടുത്താൽ അത് സ്വയം അതിൻ്റെ തന്നെ ഒരു സബ്സ്പേസ് ആയിരിക്കും. ഓക്കെ, ദ സബ്സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദ സീറോ വെക്ടർ അലോൺ ഈസ് എ സബ്സ്പേസ് ഓഫ് വി കോൾഡ് ദ സീറോ സബ്സ്പേസ് ഓഫ് വി. അതായത് ആ വെക്ടർ സ്പേസിലെ സീറോ വെക്ടർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെറ്റ് എടുത്താൽ അത് വിയുടെ സബ്സ്പേസ് ആയിരിക്കും. ആ സബ്സ്പേസിനെ നമുക്ക് സീറോ സബ്സ്പേസ് ഓഫ് വി എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ എഫ് റൈസ് ടു എൻ ദ സെറ്റ് ഓഫ് നമ്മൾ വെക്ടർ സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെക്ടർ സ്പേസിന് ഒരു എക്സാമ്പിൾ എഫ് റൈസ് ടു എൻ. എഫ് റൈസ് ടു എൻ എന്താണ്? കളക്ഷൻ ഓഫ് എൻ ടപ്പിൾസ് ആണ്. അതായത് x1 x2 എക്സെട്ര xn എന്നുള്ള എൻ ടപ്പിൾസിന്റെ കളക്ഷൻ ആണ്. വേർ xi ബിലോങ്സ് ടു എഫ് ആണ്. അതായിരുന്നു എഫ് റൈസ് ടു എൻ. ഇനി ആ എഫ് റൈസ് ടു എന്നിന്റെ ഒരു സബ്സ്പേസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇൻ എഫ് റൈസ് ടു എൻ ദ സെറ്റ് ഓഫ് എൻ ടപ്പിൾസ് x1 x2 എക്സെട്ര xn വിത്ത് x1 ഈക്വൽ ടു 0. ആ എൻ ടപ്പിൾസുകളുടെ കളക്ഷനിൽ നിന്ന് നമ്മൾ x1 ആദ്യത്തെ കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്ന കളക്ഷൻ എടുക്കുക. അത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ്, അതൊരു സബ്സ്പേസും കൂടിയാണ്. ഈസ് എ സബ്സ്പേസ്. However, the set of n tuples with x1 equal to 1 plus x2 is not a subspace n greater than or equal to 2. x1 equal to 0 ആകുന്ന ടപ്പിൾസ് എടുത്താൽ n ടപ്പിൾസ് എടുത്താൽ അത് എഫ് റൈസ് ടു എന്നിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. അതിൽ നമ്മൾ വെക്ടർ അഡീഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കി എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും വെക്ടർ സ്പേസിൻ്റെ. സോ അതൊരു സബ്സ്പേസ് ആയിരിക്കും. പക്ഷെ നമ്മൾ x1 ഈക്വൽ ടു 1 പ്ലസ് x2 എന്നുള്ള രീതിയിൽ എടുത്താൽ അതൊരു സബ്സ്പേസ് ആയിരിക്കത്തില്ല. കാരണം വെക്ടർ അഡീഷൻ തന്നെ എടുത്ത് നോക്കി നോക്കുക. അത് x1 എക്സെട്ര xn അത് നമ്മുടെ ആ ഈ ഒരു അതായത് x1 ഈക്വൽ ടു 1 പ്ലസ് x2 എന്ന രീതിയിൽ വരുന്ന എഫ് റൈസ് ടു എന്നിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ ടപ്പിൾസുകളുടെ കളക്ഷൻ എടുത്തു എഫ് റൈസ് ടു എന്നിൽ നിന്ന്. അത് സബ്സ്പേസ് ആവില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? രണ്ട് എലമെന്റ്സ് എടുക്കുക സെറ്റിൽ നിന്ന് x1 x2 എക്സെട്ര xn വേർ x1 ഈക്വൽ ടു 1 പ്ലസ് x2. ഇനി അതേപോലെ തന്നെ s1 എക്സെട്ര sn എടുത്തു. അവിടെ s1 എന്ന് പറയുന്നത് 1 പ്ലസ് s2. ഇനി ആ രണ്ടെണ്ണം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതായത് x1 x2 എക്സെട്ര xnഉം ആ s1 എക്സെട്ര snഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് വരിക എന്താ? x1 പ്ലസ് s1 ആയിരിക്കും. x1 എന്ന് പറയുന്നത് 1 പ്ലസ് x2ഉം s1 എന്ന് പറയുന്നത് 1 പ്ലസ് s2 ആയിരിക്കും. അപ്പം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്ലസ് x2 പ്ലസ് s2 അങ്ങനെയല്ലേ കിട്ടുക. ഓക്കെ, അപ്പം അത് സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. ഇല്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പമാണ്. ഓക്കെ, ദ സ്പേസ് ഓഫ് പോളിനോമിയൽ. നെക്സ്റ്റ്, ദ സ്പേസ് ഓഫ് പോളിനോമിയൽ ഫങ്ഷൻസ് ഓവർ ദ ഫീൽഡ് എഫ് ഈസ് എ സബ്സ്പേസ് ഓഫ് ദ സ്പേസ് ഓഫ് ഓൾ ഫങ്ഷൻ ഫ്രം എഫ് ഇൻ ടു എഫ്. അതായത് ദ സ്പേസ് ഓഫ് polynomial function over the field f is a subspace of the space of all function from f to f. അതായത് എഫിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ഫങ്ഷൻസുകളും നമ്മൾ എടുത്തു. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് സ്പേസ് പോളിനോമിയൽ ഫങ്ഷൻ ഓവർ ദ ഫീൽഡ് എഫ് ആയിട്ട് വരിക. ആ സബ്സെറ്റ് ഒരു സ്പേസ് ആയിരിക്കും. Fourth example, an n by n matrix A over the field F is symmetric if Aij equal to Aji for each I and j. The symmetric matrices form a subspace of the space of all n by n matrices over F. അതായത് നമ്മളൊരു n by n ഓർഡറുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ എടുക്കുകയാണ് ഓവർ എഫ്. അതങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് നമ്മൾ ആദ്യം അറിയാം. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് n by n ഓർഡറുള്ള ഒരു മെട്രിക്സ് എപ്പോഴാണ് നമ്മൾ സിമെട്രിക് ആണെന്ന് പറയാം? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Aij ഈക്വൽ ടു Aji ഫോർ ഈച്ച് ഐ ആൻഡ് ജെ. ആ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം.
ഓക്കെ, ആ സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷൻ എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ n/n മെട്രിക്സുകളുടെ ആ ഓർഡർ വരുന്ന ഓവർ എഫിലുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ എടുക്കുക. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ സിമെട്രിക് മെട്രിസസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സിമെട്രിക് മെട്രിസസ് ഫോം ചെയ്യുന്നുണ്ട് സബ്സ്പേസ് ഓഫ് ദ സ്പേസ് ഓഫ് ഓൾ n/n മെട്രിസസ് ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ ആ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആയിരിക്കും. ആരുടെ? ഈ n/n മെട്രിസസ് ഓവർ എഫ് എന്നുള്ള കളക്ഷൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. നമ്മൾ ടൈം കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. നെക്സ്റ്റ് n/n എന്താണ് ഹെർമീഷ്യൻ ഓർ സെൽഫ് അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് നോക്കാം. n/n സ്ക്വയർ n/n മെട്രിക്സ് n/n എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സ് ആവും. n/n മെട്രിക്സ് A over the field C of complex numbers is Hermitian or self-adjoint if AJK equal to AKJ conjugate. അതായത് നമ്മളൊരു മെട്രിക്സ് എടുത്തു ഓവർ ദ ഫീൽഡ് സി, n/n മെട്രിക്സ് എടുത്തു ഓവർ ദ ഫീൽഡ് സി. ആ മെട്രിക്സ് നമുക്ക് എന്ന് നെയിം കൊടുക്കാം. സോ ആ മെട്രിക്സ് ഹെർമീഷ്യൻ അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? AJK ഈക്വൽ ടു AKJ കോഞ്ചുഗേറ്റ് ആയിരിക്കണം. ഇവിടെ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് A 2/2 മെട്രിക്സ് ഈസ് ഹെർമീഷ്യൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ദ ഫോം. നമ്മൾ പറഞ്ഞു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഹെർമീഷ്യൻ അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിന്റ് ആകുക എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കാം, ഇനി 2/2 മെട്രിക്സിൻ്റെ കേസിൽ ഇങ്ങനെയാണ് 2/2 മെട്രിക്സ് ഉണ്ടാവുക. നമുക്കറിയാം ഇവിടെ A11, ഇവിടെ A12, ഇവിടെ A21, ഇവിടെ A22. A11 ഈക്വൽ ടു ഇവിടുത്തെ എലമെൻ്റ് ആണ് A11. ഇവിടെ നമ്മൾ പറഞ്ഞു AJKയും AKJയുടെ ക്ലോഷറല്ല കോഞ്ചുഗേറ്റും സെയിം ആണ്. അപ്പോൾ A11ഉം A11ൻ്റെ ഈ 1ഉം 1ഉം തിരിച്ചിട്ടാലും അത് തന്നെയല്ലേ ആവുക. അപ്പോൾ A11ഉം A11ൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റും എടുത്താലും സെയിം ആയിരിക്കണം. അങ്ങനെ അവ എപ്പോഴാണ്? A11 ഈക്വൽ ടു A11 കോഞ്ചുഗേറ്റ് അവ എപ്പോഴാണ്? A11 റിയൽ നമ്പർ ആയിരിക്കുമ്പോഴാണ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, അതായത് x ഈക്വൽ ടു എക്സ് കോഞ്ചുഗേറ്റ്, ഇവിടെ കോഞ്ചുഗേറ്റ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്താൽ x ഈക്വൽ ടു എക്സ് കോഞ്ചുഗേറ്റ് ആണെങ്കിൽ ആ എക്സ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇവിടുത്തെ ഈ സെഡ് റിയൽ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക A22, AJK AKJ എന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ 22 തിരിച്ചിട്ടാലും അത് തന്നെയാണല്ലോ. അപ്പോൾ A22, അപ്പോൾ A22ഉം A22ൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റും സെയിം ആവണമെങ്കിൽ A22 എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ W എന്താണ്? റിയൽ ആണ്. അപ്പോൾ സെഡും ഡബ്ല്യൂയും റിയൽ ആണ്. ഇനി ഇവിടെ നോക്കുക A12 നോക്കുക. A12 നോക്കുമ്പോൾ A12ഉം 12 തിരിച്ചിട്ട് 21 A21ഉം A12 ഈക്വൽ ടു A21 കോഞ്ചുഗേറ്റ് ആവണം. A21 എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് ഐ വൈ ആണ്. ഇവിടെ നോക്കുക എക്സ് പ്ലസ് ഐ വൈയും എക്സ് മൈനസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് എന്താ? എക്സ് പ്ലസ് ഐ വൈ ആണ്. സെയിം ആകുമല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയണത്. ഓക്കെ, ഒന്നും കൂടിയും പറയാം. അതായത് A21ൻ്റെ പൊസിഷനിൽ A12ൻ്റെ പൊസിഷനിൽ കിടക്കുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അത് ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന ആളുടെ കോഞ്ചുഗേറ്റ് A21ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ സെയിം ആണ്. അപ്പോൾ ഒരു 2/2 ഹെർമീഷ്യൻ എടുത്താൽ മെട്രിക്സ് എടുത്താൽ A 2/2 മെട്രിക്സ് ഈസ് ഹെർമീഷ്യൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത് ഈ ഫോമിലായിരിക്കണം. ഇവിടെ സെഡും ഡബ്ല്യൂയും റിയൽ ആയിരിക്കണം. എക്സും വൈയും റിയൽ ആണ്, സെഡും ഡബ്ല്യൂയും റിയൽ ആണ്. The set of all Hermitian matrices is not a subspace of the space of all n/n matrices over C. അതായത് n/n മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്ത് ഓവർ സി, എന്നിട്ട് നമ്മൾ ഈ ഹെർമീഷ്യൻ മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്താൽ അതൊരിക്കലും n/n മെട്രിക്സസ് ഓവർ സിയുടെ സബ്സ്പേസ് ആയിരിക്കില്ല. കാരണം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ ഈ മെട്രിക്സ് എടുത്തു, ഈ മെട്രിക്സിൻ്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓവർ സി ആണല്ലോ സ്കെയിലാർ, അപ്പോൾ ഇത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഐ എടുത്തു, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ എന്ന് ഉദ്ദേശിച്ചത് √-1. ഓക്കെ, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സെഡ് ഐ വരും, ഇവിടെ ഡബ്ല്യു ഐ വരും. അപ്പോൾ സെഡ് ഐ നമ്മൾ പറഞ്ഞത് എന്താണ്?
ഇവിടെ കിടക്കുന്ന ആളും റിയൽ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ, അപ്പോൾ ഇത് ഹെർമീഷ്യൻ ആവില്ല. അതുകൊണ്ട് എന്ത് പറയാം, ഹെർമീഷ്യൻ മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്താൽ അത് സബ് സ്പേസ് ആയിരിക്കില്ല n/n മെട്രിക്സസ് ഓവർ സി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ ഇഫ് എ ഈസ് ഹെർമീഷ്യൻ ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ് a11 a22 ആർ ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും, ബട്ട് ദ ഡയഗണൽ എൻട്രീസ് ഓഫ് ഐ എ ആർ ഇൻ ജനറൽ നോട്ട് റിയൽ. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. On the other hand, it is easily verified that the set of n/n complex Hermitian matrices is a vector space over the field R of real numbers ആയിരിക്കും. അതായത് n/n കോംപ്ലക്സ് ഹെർമീഷ്യൻ മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്തു, അത് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓവർ ദ ഫീൽഡ് ആർ. റിയൽ നമ്പേഴ്സ് ഫീൽഡായിട്ട് വരികയാണെങ്കിൽ ആ കളക്ഷൻ, ഏത് കളക്ഷൻ, n/n കോംപ്ലക്സ് ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ കളക്ഷൻ ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും ഓവർ ദ ഫീൽഡ് ആർ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി എക്സാമ്പിൾ 7, ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ഇതൊരു സബ് സ്പേസിന് എക്സാമ്പിൾ ആണ്, നോക്കാം. ലെറ്റ് എ ബി ആൻ m/n മെട്രിക്സ് ഓവർ എഫ്. എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ് ഓവർ എഫ്. ദെൻ ദ സെറ്റ് ഓഫ് ഓൾ n/1 മെട്രിക്സസ് x over f such that ax equal to 0 is a subspace of the space of all n/1 matrices over f. ഇതിൽ പറയുന്നത് ഒന്നുമില്ല. ഇപ്പം നമുക്കറിയാം എന്താണ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എന്നൊക്കെ അറിയാലോ. അതായത് റൈറ്റ് സൈഡിൽ 0 വരുന്ന രീതിയിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻസ് നമ്മളെടുത്താൽ m ഇക്വേഷൻസും n വേരിയബിൾസും ഉണ്ടെന്ന് കരുതുക. നമ്മളിപ്പോൾ ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ എടുത്തു. അപ്പം അതിൽ m ഇക്വേഷനും n വേരിയബിൾസും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇപ്പോൾ 2x1 പ്ലസ് x2 ഈക്വൽ ടു 0, 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 0. അപ്പോൾ 2 1 3 അതിനെ നമുക്കൊരു മെട്രിക്സ് ആയിട്ട് എഴുതാമല്ലോ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട്, x1ൻ്റെയും x2ൻ്റെയും കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആ നമ്പേഴ്സിന് നമുക്ക് മെട്രിക്സ് ആയിട്ട് എഴുതാം. അതാണ് ഇവിടുത്തെ എ ബി ആൻഡ് m/n മെട്രിക്സ് ഓവർ എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ the set of all n/1 matrices x over f such that ax equal to 0. ഇനി അവിടുത്തെ വേരിയബിൾസ് നമുക്ക് അറിയാത്ത ആ ഇക്വേഷൻ, ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2നെ നമുക്ക് 2/1 മെട്രിക്സ് ആയിട്ട് എഴുതിക്കൂടെ. അതായത് x1 x2 ഒരു മെട്രിക്സ് ഫോമിൽ എഴുതിക്കൂടെ. അതായത് 2 റോയും ഒരൊറ്റ കോളുമായിട്ട്. ഇവിടെ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതി കാട്ടി തന്നായിരുന്നു. അതായത് x1 x2 ഒരു 2/1 മെട്രിക്സ് ഫോമിൽ എഴുതാം. അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. അതായത് ലെറ്റ് എ ബി ആൻഡ് m/n മെട്രിക്സ് ഓവർ എഫ്. അതായത് m ഇക്വേഷൻസും n വേരിയബിൾസും. ലെറ്റ് എ ബി ആൻഡ് m/n n unknown variables. Okay, let a be an m/n matrix over f, then the set of all n/1 matrices x over f such that ax equal to 0. അതായത് ഈ ax equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ അത് ഒരു സബ് സ്പേസ് ആണ് ഓഫ് ദ സ്പേസ് ഓഫ് ഓൾ n/1 മെട്രീസസ് ഓവർ എഫ്. n/1 മെട്രീസസ് ഓവർ എഫ് എന്നുള്ള കളക്ഷൻ എടുത്താൽ അതൊരു വെക്റ്റർ സ്പേസ് ആണ്, നമുക്കറിയാം. അതിൻ്റെ സബ് സ്പേസ് ആയിരിക്കും ഈ ax equal to 0 എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ. എക്സ് എന്ന് പറയുന്നത് n/1 മെട്രിക്സ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. നമുക്കത് സബ് സ്പേസ് ആണ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ കളക്ഷനിൽ നിന്ന്, ആ എക്സുകളുടെ കളക്ഷനിൽ നിന്ന് ഒരു എക്സിനെടുത്തു, 2 എലമെന്റ്സിനെടുത്തു. ഇപ്പോൾ എക്സിനെടുത്തു വൈനെടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് എന്ത് ചെയ്യും, ax equal to 0 എന്ന് സാറ്റിസ്ഫൈ ചെയ്യും. വൈ എന്ത് ചെയ്യും, ay equal to 0 സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് cx പ്ലസ് വൈ ആ സെറ്റിലുണ്ടെന്ന് കാണിക്കണം. cx പ്ലസ് വൈ ആ കളക്ഷനിലുണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, a ഇൻറ്റു cx പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ax പ്ലസ് ay എന്ന് കിട്ടും. ax 0 ആണ്, ay 0 ആണ്. അപ്പോൾ ഇതും 0 ആയി എന്ന് കിട്ടും. therefore cx പ്ലസ് വൈ ആ കളക്ഷനിലുണ്ടെന്ന് കിട്ടും. അതുകൊണ്ട് ആ കളക്ഷൻ, ഏത് കളക്ഷനാണ്, ഈ എക്സുകളുടെ കളക്ഷൻ ax equal to 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളുടെ കളക്ഷൻ ഒരു സബ് സ്പേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ആരുടെ സബ് സ്പേസ് ആണ്, n/1 മെട്രീസസ് ഓവർ എഫിൻ്റെ
സബ്സ്പേസ് ആണെന്ന് പറയാം. നെക്സ്റ്റ് ഒരു തിയറം ആണ് തിയറം 2. That V be a vector space over the field F, the intersection of any collection of subspaces of V is a subspace of V. അത് V ഒരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ ഫീൽഡ്. ആ ഏതൊരു കളക്ഷൻ ആ വിയിലെ ഏതൊരു കളക്ഷൻ ഓഫ് സബ്സ്പേസസ് നമ്മൾ എടുത്താലും അവരുടെ ഇന്റർസെക്ഷൻ, ആ സബ്സ്പേസുകളുടെ ഇന്റർസെക്ഷൻ, നമുക്ക് വേണമെങ്കിൽ 2 സബ്സ്പേസ് എടുക്കാം, 3 സബ്സ്പേസ് എടുക്കാം, എത്ര വേണമെങ്കിലും. എനി കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. എനി കളക്ഷൻ അല്ല, ദ ഇന്റർസെക്ഷൻ ഓഫ് എനി കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അങ്ങനെ സബ്സ്പേസുകൾ എടുത്തിട്ട് അവരുടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കൊരു സെറ്റ് കിട്ടും. ആ സെറ്റ് സബ്സ്പേസ് ആയിരിക്കും വീട്. The intersection of any collection of subspaces of V is a subspace of V എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സിമ്പിൾ ആണ് പ്രൂഫ്. പ്രൂഫ് നോക്കിക്കോളൂ. Let V be a vector space over a field F, then the intersection of any collection of subspace of V is a subspace of V. അതിന്റെ പ്രൂഫാണ്. V is a, നമ്മൾ ആദ്യം എടുക്കുക, V ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ F. കളക്ഷൻ W ആൽഫ be the collection of subspaces of V ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് വി ആണ്. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഇന്റർസെക്ഷൻ ഓവർ ആൽഫ W ആൽഫ. അതായത് അത് നമുക്ക് W എന്ന് ഡിനോട്ട് ചെയ്യാം. ഈ W ഒരു സബ്സ്പേസ് ആണ് എന്ന് കാട്ടിയാൽ മതി. W ആൽഫ സബ്സ്പേസ് ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സബ്സ്പേസുകളുടെ കളക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു W ആൽഫ നമ്മൾ എടുത്താൽ, ആ കളക്ഷനിൽ നിന്ന് W ആൽഫ എടുത്താൽ അത് സബ്സ്പേസ് ആയിരിക്കും. ഫോർ ഓൾ ആൽഫ, W ആൽഫ ഫോർ ഓൾ ആൽഫ സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ സബ്സ്പേസ് ആയ കാരണം അതിൽ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ 0 എല്ലാ W ആൽഫയിലും ഉണ്ടായിരിക്കും. അപ്പൊ 0 എന്തായാലും ഇന്റർസെക്ഷനിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ 0 W ഉണ്ടായിരിക്കും. അപ്പൊ 0 നോൺ എംപ്റ്റി ആണ് എന്ന് നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്പേസ് ആണ് കാണിക്കാൻ എല്ലാ വെക്ടർ സ്പേസിന്റെ എല്ലാ കണ്ടീഷനും നോക്കണ്ട. ആ ഒരു ഡെഫിനീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡെഫിനീഷണൽ തിയറം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഏതാണത്? സി ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, അത് ഡബ്ല്യൂലുണ്ടെന്ന് കട്ടിയാൽ മതി. അപ്പൊ ആൽഫയും ബീറ്റയും നമ്മൾ ഡബ്ല്യൂയിൽ നിന്ന് എടുത്തു. ഡബ്ല്യു എന്ന് പറയുന്നത് ഈ W ആൽഫകളുടെ ഇന്റർസെക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യൂല് ഈ ആൽഫയും ബീറ്റയും ഉണ്ടെങ്കിൽ ഈ W ആൽഫകളിൽ ഈ ആൽഫയും ബീറ്റ ഉണ്ടായിരിക്കില്ലേ? ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു W ആൽഫ ഫോർ ഓൾ ആൽഫ. ഇനി സി ബിലോങ്സ് ടു എഫ് എടുത്തു. ഈ ഡബ്ല്യൂയും ബീറ്റയും W ആൽഫയിലുണ്ട് ഫോർ ഓൾ ആൽഫ. ഈ W ആൽഫകളെല്ലാം വെക്ടർ സ്പേസ് ആണ്. അപ്പൊ ഈ ഒരു സി എടുത്തു നമ്മൾ എഫിൽ നിന്നും. അപ്പൊ സി ആൽഫ പ്ലസ് ബീറ്റ ഈ എല്ലാ W ആൽഫകളിലും ഉണ്ടായിരിക്കില്ലേ? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W ആൽഫ ഫോർ ഓൾ ആൽഫ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ സി ആൽഫ പ്ലസ് ബീറ്റ അവരുടെ എല്ലാം ഇന്റർസെക്ഷനിലും ഉണ്ടായിരിക്കില്ലേ? അപ്പൊ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഇന്റർസെക്ഷൻ ആൽഫ W ആൽഫ എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു W ആണ്. Therefore, C alpha plus beta W ഉണ്ട് എന്ന് കിട്ടി. നമ്മൾ പഠിച്ച തിയറം പ്രകാരം W എന്താണ്? സബ്സ്പേസ് ഓഫ് V ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വെക്ടർ സ്പേസ് എടുത്തു ഓവർ എഫ്, അതിലത്തെ എനി കളക്ഷൻ ഓഫ് സബ്സ്പേസുകൾ എടുത്തിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ ചെയ്താൽ അതും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് ഈ തിയറം നമ്മളോട് പറയുന്നത്. പക്ഷെ യൂണിയന്റെ കേസിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. നോക്കാം. The union of subspaces need not be a subspace of V. നമ്മൾ 2 സബ്സ്പേസുകൾ എടുത്തു, അവരുടെ യൂണിയൻ കണ്ടുപിടിച്ചാൽ അതും സബ്സ്പേസ് ആവണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. Need not be a subspace of V. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. R2 is a vector space over R ആണ്. നമ്മൾ അതിന്റെ 2 സബ്സ്പേസുകൾ എടുക്കുകയാണ്. W1 കളക്ഷൻ x0 x belongs to R, W2 കളക്ഷൻ 0y y belongs to R. ഇനി W1 W2 അതിന്റെ യൂണിയൻ നമ്മൾ എടുത്തു. അപ്പൊ അതിൽ എന്തൊക്കെ തരത്തിലുള്ള എലമെന്റ്സ് ആയിരിക്കും? x0 0y where xy belongs to R. ഈ ഒരു ഫോമിലുള്ള എല്ലാ എലമെന്റ്സുകളും ഉണ്ടായിരിക്കും. ഇനി നോക്ക്, ഇതൊരു സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതിന്ന് 2 എലമെന്റ്സ് നമ്മൾ എടുത്തു. അപ്പോൾ x0യും 0yയും നമ്മൾ ഇതിന്ന് എടുത്തു. സോ ഇനി അവർ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. വെക്ടർ അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? അപ്പൊ x0യും 0yയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക xy ആണ്. പക്ഷെ ഈ xy ഈ W1 യൂണിയൻ W2ലുണ്ടോ? ഇല്ല. ഇതിൽ എങ്ങനത്തെ എലമെന്റ്സ് ആണ്? x0 0y എന്നുള്ള ഫോമിലുള്ള എലമെന്റ്സ് ആണ്. ഒരു xy belongs to R. പക്ഷെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ വെക്ടർ അഡീഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് xy ആണ്. ഈ xy ഈ W1 യൂണിയൻ W2ലില്ല. അപ്പോൾ
വെക്റ്റർ അഡീഷൻ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, വെക്റ്റർ ക്ലോസ്ഡ് അല്ല അണ്ടർ വെക്റ്റർ അഡീഷൻ. സോ സബ് സ്പേസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, അപ്പൊ സബ് സ്പേസ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദ യൂണിയൻ ഓഫ് സബ് സ്പേസസ് നീഡ് നോട്ട് ബി എ സബ് സ്പേസ് ഓഫ് വി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.